പുത്തരിക്കണ്ട മൈതാനത്തിൽ എന്റെ പൊന്നോ പൊരിഞ്ഞടി. അത്രയ്ക്കൊന്നുമില്ല, പകുതി ഞാൻ കയ്യിന്നിട്ടതാ. ഓലപ്പടക്കം പൊട്ടിയതിന് അണുബോംബ് വീണെന്ന് പറയുന്ന പാർട്ടിക്കാരല്ലേ ദാസ. അവര് തള്ളി തുടങ്ങുന്നതിന് മുമ്പ് ഞാനും ഒരല്പം തള്ളിയെന്ന് മാത്രം. പറയാൻ പോകുന്ന തല്ല് തുടങ്ങിയിട്ട് കാലം കുറച്ചായി. തല്ലിന് നേതൃത്വം കൊടുക്കാൻ നാട്ടിൽ കിട്ടുന്ന തല്ലിന് വാലിഡിറ്റി കുറവാണ് എന്ന് പറഞ്ഞ് ഏറിൽ വരെ പോയി തല്ലുണ്ടാക്കിയ പാരമ്പര്യമുള്ള നായകന്മാർ എല്ലാം ഒരു വശത്ത് അണിനിരന്നിട്ടുണ്ട്. ആരാധകരെ ശാന്തരാകുകയും പിണറായി വിജയൻ എന്ന ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുന്നവരാണ്. അദ്ദേഹത്തിൽ നിന്ന് മറ്റൊന്ന് പ്രതീക്ഷിക്കാൻ നിർവാഹമില്ല. നായകന്മാർ എത്തിച്ചേർന്ന സ്ഥിതിക്ക് ഇനി വില്ലന്റെ വരവാണ്. സർക്കാർ ഒന്ന് തുമ്മിയാൽ പോലും പിച്ച് ശരിയായില്ല എന്ന് പറഞ്ഞ് സർക്കാരിനെ സ്മരിക്കുന്ന കേരളത്തിന്റെ സ്വന്തം ഗവർണർ തന്നെയാണ് ഇത്തവണ പ്രതിസ്ഥാനത്ത്. അതെ, ഇത് യുദ്ധമാണ്. The war between Kerala government and Kerala governor. അങ്ങനെ രാജ്ഭവനിൽ ഗവർണർ ഒപ്പിടാൻ കാത്തിരിക്കുന്ന ബില്ലുകളുടെ എണ്ണം 2ആയി. ഒരു ലോകയുക്തിയും പിന്നെ ഒരു സർവകലാശാല നിയമ ഭേദഗതിയും. ആരിഫിക്ക, നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. So no need to rush. You can ask anything you like. ആരും തിരക്ക് കൂട്ടണ്ട, എന്തും ചോദിക്കാനുള്ള അനുവാദം നമുക്കുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ഗവർണർ അറിയിച്ചിട്ടുള്ളത്. You want me to stand here or I shall come there? അയ്യോ, അത് ചിലപ്പോ ഞമ്മക്ക് ബുദ്ധിമുട്ടായാലോ. മൈക്ക് തിന്നാൻ വരാതെ നിങ്ങൾ അവിടെ തന്നെ നിന്ന് പറഞ്ഞോളി. I am sorry, I will not talk to Malayali media. അതെന്തേക്ക അങ്ങനെ ഒരു ടോക്ക്? ഒരല്പം വകതിരിവ് കുറവാണെങ്കിലും നല്ല തൊലിക്കെട്ടുള്ളവരാണല്ലോ ഞങ്ങൾ കേരള മാധ്യമങ്ങൾ. എന്നിട്ടും അതിന്റെ ഒരു അഹങ്കാരവും ഞങ്ങൾക്കില്ല. ഞങ്ങളെ ഇങ്ങനെ അപമാനിക്കുന്നത് ശരിയല്ലല്ലോ. നിങ്ങൾ ചൂടാവാതെ കാര്യം പറഞ്ഞേ, എന്താ നിങ്ങളുടെ പ്രശ്നം? I am not going to be used as rubbery stamp. Rubbery stamp. Make it clear to everybody. I am not a rubbery stamp. അത് പിന്നെ ഞങ്ങൾക്കറിയാവുന്നതാണല്ലോ ഇക്ക. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞ് വെറുപ്പിക്കാതെ. I am not a rubbery stamp. I shall not allow the autonomy of the university to be diluted. I shall not allow executive interference in the universities, which means government trying to take the power of appointment in its own hands. That is not possible. ഇത്രയുള്ളോ? ഇത് വെരി സില്ലി. ഇത് കേട്ട ഉടനെ ക്യാപ്റ്റൻ ബില്ല് തന്നെ പിൻവലിച്ചു എന്ന് വരും. അല്പം ഒന്ന് നോക്കിയിരുന്നാ മതി. നിങ്ങളുടെ പരാക്രമം ഇതുകൊണ്ട് അവസാനിപ്പിക്കുമോ ആവോ? To appoint a relative of the personal staff of the chief minister without the knowledge of the chief minister, is it possible? പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ പോസിബിൾ ആണോ ക്യാപ്റ്റൻ? ഇതിന്റെ സംസാരം ഞാൻ കേട്ടിട്ടില്ല. അതേതായാലും നന്നായി. മനസ്സിലാക്കണമെങ്കിൽ വല്ല ഗൂഗിൾ ട്രാൻസ്ലേറ്ററിന്റെ സഹായം വേണ്ടി വന്നേനെ. ആളുകൾ സ്നേഹം കൊണ്ട് കള്ളം പറയും. അതുപോലെയാണല്ലോ പുള്ളി ഇംഗ്ലീഷ് വാരി വിതറുന്നത്. അല്ലെങ്കിൽ തന്നെ ആ ഭാഷ പുള്ളിയുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന ഭാഷയൊന്നും അല്ലല്ലോ, അല്ലേ? അദ്ദേഹം സംസാരിക്കുന്ന ഇംഗ്ലീഷ് ഭാഷ ഏതാ? അദ്ദേഹത്തിന്റെ കുടുംബ ഭാഷയാണോ? പിന്നെ ഞങ്ങൾ ഇതിൽ പൊതുവിൽ സ്വീകരിച്ചു വരുന്ന ഒരു സമീപനമുണ്ട്. ആ സമീപനം ഏകദേശം ഇതുപോലിരിക്കും. Other bill, important bill. അത് നമ്മുടെ ലോകായുക്തി അല്ലേ? നിങ്ങൾ പറഞ്ഞോളി. The law of jury, the basic jurisprudential principle does not allow that a person should be judged in his own cause. That is not possible. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾക്ക് തോന്നുന്ന ബില്ല് ഞങ്ങൾ പാസ്സാക്കി വിടുന്നത്. അതിനെയൊക്കെ നിങ്ങൾ ഇങ്ങനെ നിർത്തി അപമാനിച്ചു വിട്ടാൽ എന്ത് കഷ്ടമാണ്. അങ്ങനെ അപമാനിച്ചു വിട്ടാൽ തന്നെ നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ലല്ലോ. സ്വമേധയാ ഈ ഗവർണർ പദവിയിൽ നിന്ന് രാജിവെച്ച് പോകുന്നതാണ് ഉചിതമായിട്ടുള്ളത്. ജയേട്ടാ, ഒരു പ്രാവശ്യം കൂടി. സ്വമേധയാ ഈ ഗവർണർ പദവിയിൽ നിന്ന് രാജിവെച്ച് പോകുന്നതാണ് ഉചിതമായിട്ടുള്ളത്. അങ്ങനെ തീരുമാനിക്കാൻ തക്കതായ കാരണം വല്ലതും? ഇന്ന് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള മാനസിക വിഭ്രാന്തിയാണ്. ചുരുക്കി പറഞ്ഞാൽ കവി ഉദ്ദേശിക്കുന്നത് ഗവർണറുടെ ഒരു പിരി ലൂസായി കിടക്കുകയാണെന്നാണ്. ലോക പരാജയം. ജയരാജന്മാരൊക്കെ ഒരുമിച്ച് ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചതുകൊണ്ട്
MVയുടെ കണ്ടുപിടുത്തവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. അതിനെക്കുറിച്ച് മെഡിക്കൽ സയൻസ് പ്രകാരം ഡോക്ടർമാർ പറയുന്നത് പാരനോയിഡ് ഡെലൂഷൻ എന്നാണ്. എന്താ പറഞ്ഞേ? സാങ്കല്പികമായി ആളെ സൃഷ്ടിക്കുക, തന്നെ അയാൾ കൊല്ലാൻ വരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. അതാണിപ്പോ ഗവർണറുടെ അവസ്ഥ. ആഹാ, പല്ലി ഡോക്ടർ ബുദ്ധിപരമായി ഒക്കെ ചിന്തിക്കാൻ തുടങ്ങിയല്ലോ. ഇനി എന്താണ് സംഭവം എന്ന് കൂടി വെളിപ്പെടുത്തിക്കേ. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മനോരോഗമാണ് ഈ ടെലൂഷനെ നമ്മളെ നാട്ടുംപുറത്തുകാർ വിശേഷിപ്പിക്കുമ്പോൾ പറയാൻ പറ്റുന്നത്. എന്തൊരു ചൊറിച്ചില്. ഇതിനൊപ്പം മറ്റെന്തെങ്കിലും കൂടി കൂട്ടിച്ചേർക്കാനുണ്ടോ ജയേട്ടാ? അതുകൊണ്ട് ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് ഗവർണർ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല. ഇപ്പൊ പൂർത്തിയായി. ജയേട്ടന്മാർ അത് 1-2 കണ്ടുപിടുത്തങ്ങളിലൊക്കെ ഒതുക്കിയെങ്കിലും വാക്കുകൾ കൊണ്ട് വിസ്ഫോടനം നടത്തി പാർട്ടിയുടെ മഹത്വം എന്നും അങ്ങ് ഏറിൽ നിലനിർത്തുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള സാംസ്കാരിക നായകൻ തന്റെ ഭാഷാ വൈഭവവുമായി കളം നിറയുന്നുണ്ടായിരുന്നു. പുള്ളി ഏറ്റവും വലിയ തട്ടിപ്പുകാരനും വിവരമില്ലാത്ത മനുഷ്യനുമാണെന്നുള്ളത് നിയമബോധം ഇല്ലാത്ത ആളുമാണ്. രാജി ഈ ഗവർണർ ഇത്രയും വിവരം കിട്ടുന്നതായല്ലോ എന്ന് ഓർത്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കാശാനെ. നമ്മുടെ ശമ്പളം മേടിച്ച് ഈ രാജഭവൻ തിന്നു മുടിക്കുന്ന എന്തിനാ? പുള്ളി രാജിവെച്ചിട്ട് വേറെ ആളെ കേന്ദ്ര ഗവൺമെന്റ് വെക്കരുത്. അത് ശരിയാണ്. നമ്മൾ പറയുന്നത് കേട്ടിട്ട് ഒരു മൂലക്കിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ? VD സതീശനും UDFകാരും ലീഗുകാരും ഒക്കെ ഈ ഗവർണറെ പിന്താങ്ങുന്നുണ്ടോ എന്നാണ് നമുക്കൊന്നറിയുന്നത്. അതൊക്കെ സതീശായിട്ട് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണല്ലോ. ആശം കേട്ടിട്ടില്ലേ? ഒരു കാരണവശാലും ആരിഫ് മുഹമ്മദ് ഖാന്റെ ഉപദേശം കേൾക്കില്ല. അദ്ദേഹത്തിന്റെ ഉപദേശം എനിക്ക് വേണ്ട. ആ ഉപദേശം ഞാൻ സ്വീകരിക്കുന്ന പ്രശ്നമില്ല. ഇക്കാര്യത്തിൽ നമ്മൾ പാർട്ടിക്കാരെല്ലാം ഒറ്റക്കെട്ടാണ്. പക്ഷെ രമേശ് ചേട്ടനോട് ചോദിച്ചാൽ ഗവർണർക്കൊപ്പം ക്യാപ്റ്റനും കൂടി കസേര കാലിയാക്കാൻ പറയും എന്ന് മാത്രം. എന്റെ അഭിപ്രായത്തിൽ മുഖ്യമന്ത്രിയും ഗവർണറും തൽസ്ഥാനങ്ങളിൽ ഇരിക്കാൻ യോഗ്യരല്ലെന്നാണ്. എന്തല്ലേ സംഭവം? ഗാലറി മുഴുവൻ നമുക്ക് എതിരാണ് എന്ന തോന്നലിൽ കിളി പറഞ്ഞത് കൊണ്ടാകണം പഴയ ഓർമ്മകളൊക്കെ അയവിറക്കി സിമ്പതി നേടാം എന്നായി ഗവർണർ സാർ. അതായത് തമ്മ മുമ്പ് പൗരത്വ ഭേദഗതിയും കൊണ്ട് വന്നപ്പോൾ എതിർക്കാൻ ശ്രമിച്ചവരെ കുറിച്ച് തന്നെ വധിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പുള്ളി പ്രശംസിച്ചിരുന്നു. സർക്കാരാകട്ടെ സംഭവം മൈൻഡ് ആക്കിയതുമില്ല. സ്വാഭാവികം. 3 years back, almost 3 years now, Kannur Indian History Congress, they made an attempt on my life in Kannur. Is that a cognizable offense? സ്വാഭാവികം. What was the duty of the police? To register a case? Who prevented the police from registering a case? പാവത്തിന് ഇപ്പോഴും നല്ല വിഷമമുണ്ട്. പക്ഷെ പുള്ളിയുടെ മനസ്സ് വിഷമിച്ചാൽ ചോദിക്കാൻ ഇവിടെ ആരുമില്ല എന്ന് കരുതിയവർക്ക് തെറ്റിയോ എന്നൊരു സംശയം. അങ്ങനെ ചോദിക്കു സുരേട്ടാ. മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാനുള്ള യാതൊരു ധാർമ്മികമായിട്ടുള്ള അവകാശവുമില്ല. മുഖ്യമന്ത്രി രാജിവെക്കേണ്ടതാണ്. മുഖ്യമന്ത്രി രാജിവെക്കേണ്ടതാണ്. ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? അതങ്ങനെ ഒരു ജന്മം. ഉഗാണ്ടയിൽ ആറ്റം ബോംബ് വീണാലും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയാതെ പുള്ളിക്ക് ഒരു മനസമാധാനവുമില്ല. ഇനി ചെസ് നമ്പർ 2 ഓൺ ദി സ്റ്റേജ്. രാജ്ഭവനെ അങ്ങനെ വിരട്ടിയിട്ട് നിശബ്ദരാക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല എന്ന് മനസ്സിലാക്കണം. സർക്കാരിനെ ആരെതിർത്താലും അവർക്കുള്ള പട്ടും വളയും നമ്മുടെ പാർട്ടിക്കാർ തരും എന്നാണല്ലോ. ഇനി ഇതിനെ സംബന്ധിച്ച് പാർട്ടിയുടേതായ ഒരു കൺക്ലൂഷൻ കാനേട്ടൻ പറയുന്നതാണ്. ജീവിതകാലം മുഴുവൻ ഒപ്പിടാതിരിക്കാനൊന്നും പറ്റിയല്ല. അതിനൊക്കെ ഭരണഘടനയും നിയമവും ഉണ്ട്. അതനുസരിച്ച് LDF സർക്കാർ മുന്നോട്ട് പോകും. കാണണം. കാനേട്ടൻ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കാണാട്ടാ.